നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി കൃത്യം 9 ദിവസമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുകയാണ്. അപ്പോൾ ആദ്യം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF ഇറക്കിയ ഒരു പ്രചാരണ വീഡിയോയെക്കുറിച്ചാണ്. ആ പ്രചാരണ വീഡിയോയിൽ UDF സ്ഥാനാർത്ഥി ഇന്ന് എവിടെയാണ് പ്രചരണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് മറുപടി കൂടെയുള്ള ആളുകൾ പറയുന്നു. അപ്പോൾ തന്നെ കയ്യിലെ അദ്ദേഹത്തിൻ്റെ ചരട് മുറിച്ചു കളയുന്നു, നെറ്റിയിലുള്ള ചന്ദനക്കുരി മായ്ച്ചു കളയുന്നു, മുണ്ട് അദ്ദേഹം ഇടത്തോട്ട് ഉടുക്കുന്നു. അങ്ങനെ ഈ വീഡിയോ വലിയ വിവാദമാവുകയും മുസ്ലിം ലീഗ് അടക്കം വലിയ പരാതി, മുസ്ലിം സമൂഹത്തെ ഒന്നാകെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു പ്രചാരണ വീഡിയോ ആയിപ്പോയി എന്ന പരാതി ഉയരുകയും CPM-ന്റെ തന്നെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും പിന്നീട് ഇത് വിവാദമായതോടെ പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ദാവൂദ് സർ, തെരഞ്ഞെടുപ്പ് കാലത്ത് പലതരത്തിലുള്ള വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, ഈ RSSന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാണ് കേരളത്തിൽ ഹിന്ദുക്കൾ സേഫ് അല്ല. അതിന് വളം വെക്കുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആയിപ്പോയി, അല്ലെങ്കിൽ വളരെ ഒരു സൂക്ഷ്മതക്കുറവ്. പ്രത്യേകിച്ച് CPM പോലൊരു പാർട്ടി, LDF ഒക്കെ ഇത്തരം വീഡിയോകൾ ഇറക്കുമ്പോൾ കാണിക്കേണ്ട ഒരു വലിയ ജാഗ്രതയുണ്ട്. അതവിടെ ഇല്ലാതെ പോയില്ലേ? തീർച്ചയായും. ഇപ്പോൾ കേരളത്തിൽ ഹിന്ദുക്കൾ സേഫ് അല്ല എന്നുള്ളത് പുറമേ പറയുന്ന BJP കേരളത്തിന് പുറത്ത് പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഹിന്ദുക്കൾ സേഫ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ളൊരു വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ രേഷ്മ സൂചിപ്പിച്ച മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഗ്രാമമുണ്ട്. മലപ്പുറം അത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഉത്തരേന്ത്യയിലൊരു പ്രധാനപ്പെട്ട ഒരു പോഡ്കാസ്റ്റിലൊരു ഇൻ്റർവ്യൂ വരുന്നത്. മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഹിന്ദുക്കൾ പ്രവേശിക്കരുതെന്ന് ബോർഡ് വെച്ച ഒരു ഗ്രാമമുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ രേഷ്മ സൂചിപ്പിച്ച വീഡിയോയിൽ തളങ്കര എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അങ്ങേരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങുകയാണ്, ആ ദിവസത്തെ ടൂർ തുടങ്ങുകയാണ്. അപ്പോൾ സെക്രട്ടറിയോട് ചോദിക്കുന്നത് എവിടെയാ? തളങ്കര. അപ്പോൾ കൂടെയുള്ള ഒരുത്തൻ ബാഗിൽ നിന്ന് കത്രിക എടുക്കുന്നു, കയ്യിൽ ചരട് മുറിക്കുന്നു, നെറ്റിയിൽ പൊട്ട് മായ്ക്കുന്നു, ഉടുത്ത മുണ്ട് മാറ്റി ഇടതുവശത്തേക്ക് ഉടുപ്പിക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തളങ്കര എന്ന് പറഞ്ഞാൽ എന്താണ്? തളങ്കര എന്ന് പറഞ്ഞാൽ കാസർകോട്ടെ ഒരു മുസ്ലിങ്ങൾ ധാരാളം വസിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല സുന്ദരമായൊരു സ്ഥലമാണ്. പിന്നെ ഈ ചന്ദ്രഗിരി പുഴയും കടലും ചേരുന്ന സ്ഥലമാണ്. എനിക്ക് ആ പ്രദേശം നന്നായിട്ട് അറിയാം. എൻ്റെ പെങ്ങൾ അവിടെ ദീർഘകാലം സ്കൂൾ അധ്യാപികയായിരുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത് വേറെ പ്രധാനപ്പെട്ട പ്രത്യേകത കൂടെ ഉണ്ട്. തളങ്കര എന്ന് പറയുന്നത് ഈ കൊടുങ്ങല്ലൂർ പോലെ മുസ്ലിം ചരിത്രത്തിൽ പ്രധാനമായൊരു സ്ഥലമാണ്. ഈ ചേരമാൻ പെരുമാൾ പള്ളിയാണ് ആദ്യത്തെ പള്ളിയായിട്ട്, ചേരമാൻ മസ്ജിദാണ് ആദ്യത്തെ പള്ളിയായിട്ട് പറയപ്പെടുന്നത്. ഏതാണ്ട് അതേ സമയത്ത് തന്നെ നിർമ്മിക്കപ്പെട്ട പള്ളി മാലിക് ദീനാർ പള്ളി അവിടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഹിന്ദുവിന് ഹിന്ദുവായിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഒരു ഹിന്ദുവായ ഒരാൾക്ക് അയാളുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും പോകണമെന്നുണ്ടെങ്കിൽ ചരട് മുറിച്ച് മാറ്റണം, പൊട്ട് മായ്ച്ച് കളയണം എന്ന് ആരാ പറയുന്നത്? CPM-ൻ്റെ പ്രചാരണ വീഡിയോ ആണ് പറയുന്നത്, LDF-ൻ്റെ പ്രചാരണ വീഡിയോ ആണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഇലക്ഷനിൽ, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ്റെ സമയത്ത് ഇതേമാതിരി ഒരു വിഷയം ഉണ്ടായിരുന്നു. അന്ന് പൂക്കസ പുരോഗമന കലാ സാഹിത്യ സംഘം തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഇറക്കിയ 2 വീഡിയോ, അതിൽ ഒരു വീഡിയോ പിൻവലിക്കേണ്ടി വന്നു, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടി വന്നു. പിൻവലിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ സംഘപരിവാറിൻ്റെ ഒക്കെ ഒരു നറേറ്റീവാണ് ഈ സവർണ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതേക്കുറിച്ച് പറയുന്നതായിരുന്നു ഒരു വീഡിയോ. രണ്ടാമത്തത് ഇതേമാതിരി ഒരു മുസ്ലിം ഉമ്മ, ഒരു സിനിമാ നടിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്, മറ്റേ തെസ്നി ഖാൻ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ മൊത്തം തീവ്രവാദിയായ മകനെ, ഈ ഉമ്മക്കുള്ള മകൻ്റെ ആകെയുള്ള പരിപാടി വെച്ചാൽ തീവ്രവാദമാണ്. ഈ തീവ്രവാദത്തിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങൾ, അതിന് പാർട്ടി നൽകുന്ന സഹായങ്ങൾ, ഇതൊക്കെയാണ് ആ വീഡിയോയുടെ ഇതിവൃത്തം. അന്നത് വലിയ വിവാദമായി. നമ്മളത് ഔട്ട് ഓഫ് ഫോക്കസിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോയും അവർക്ക് എഡിറ്റ് ചെയ്ത് പല ഭാഗങ്ങളും മാറ്റേണ്ടി വന്നു. അപ്പം ഇത് ഞാനന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. CPIM എന്ന് പറയുന്ന പാർട്ടി BJPക്കെതിരായിട്ട് വളരെ ശക്തമായ രാഷ്ട്രീയമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും BJPയും സംഘപരിവാറും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക ഉള്ളടക്കങ്ങൾ അതിനെ ഏറ്റുപിടിക്കുകയും അതിനെ
വെച്ചുകൊണ്ടിരിക്കുകയാണ് CPM ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, മുസ്ലിം അധിവാസ കേന്ദ്രങ്ങൾ, മുസ്ലിങ്ങൾ ധാരാളമായി വസിക്കുന്ന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെമ്പാടും ഇങ്ങനൊരു സംഗതി ഉണ്ട്. ഇപ്പം ഉത്തർപ്രദേശിലെ അസംഗഡ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അസംഗഡിനെ കുറിച്ച് BJPക്കാർ പറയുക ആദംഗഡ് എന്നാണ്. ആദംഗഡ് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ സ്ഥലം. മലപ്പുറത്തെക്കുറിച്ച് ഇപ്പോൾ നാസർക്ക് പറഞ്ഞു, ഇത് മാത്രമല്ല, ഇപ്പം ബോംബ് വേണോ മലപ്പുറത്ത് പോയാൽ മതി എന്ന് പറഞ്ഞ് കേരളത്തിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ സിനിമ ഇറക്കിയ ആൾ ഇന്ന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ പറയാ കേരളത്തിലെ മുഖ്യധാര സിനിമകൾ. അതെ. അപ്പോൾ ഇങ്ങനെ മുസ്ലിം അധിവാസ പ്രദേശങ്ങൾ, ഇപ്പോൾ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം, അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷമാണ് ഈരാറ്റുപേട്ടയിൽ ഒരു സിവിൽ സ്റ്റേഷനും ഒരു വില്ലേജ് ഓഫീസും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭൂമി വേണം. ആ ഭൂമി അവിടെ പോലീസ് സ്റ്റേഷന് കീഴിൽ 2.5 ഏക്കറോളം സ്ഥലം ഉണ്ട്. അപ്പോൾ അത് ചുമ്മാ ഉപയോഗിക്കാതെ കിടക്കുകയാണ്. അതിൽ നിന്ന് 1.25 ഏക്കർ സ്ഥലം ലഭിച്ചാൽ നമുക്ക് അവിടെ മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ MLA സർക്കാരിലേക്ക് ഒരു കത്തയക്കുന്നു. മുഖ്യമന്ത്രിക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ നിന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അവരുടെ അഭിപ്രായം ചോദിക്കുന്നു. അപ്പോൾ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി എന്താണ് മിസ്റ്റർ കാർത്തിക്, അങ്ങേര് പോലീസ് മേധാവിക്ക് മറുപടി അയക്കുകയാണ്, അതങ്ങനെ വിട്ടുതരാൻ പറ്റില്ല. റിലീജിയസ് മാറ്റേഴ്സും ടെററിസം ഇഷ്യൂസും ഉള്ളത് കാരണം നമുക്കങ്ങനെ ഭൂമി വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഈരാറ്റുപേട്ടയുടെ റിലീജിയസ് മാറ്റേഴ്സും ടെററിസം ഇഷ്യൂസും. അപ്പോൾ ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് ലൊക്കാലിറ്റിയാണ് എന്ന് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അയച്ച ഔദ്യോഗിക കത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇതാണ് പൊതുവെ മുസ്ലിം അധിവാസ കേന്ദ്രങ്ങളുമായി, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ സാമാന്യനെ കുറച്ച് അധികമോ ഉള്ള സ്ഥലങ്ങളെക്കുറിച്ചിട്ടുള്ള പൊതുവായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ധാരണ. ഇപ്പോൾ ഈ പറഞ്ഞ അസംഗഡ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമല്ല. 29% മറ്റേ അവിടെ മുസ്ലിങ്ങളുള്ളൂ. പക്ഷേ ആ പ്രദേശത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ തന്നെ ആദംഗഡ് എന്ന് പറയുന്ന ഒരു പദപ്രയോഗം അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ ഈ നിലക്ക് തളങ്കരയെക്കുറിച്ച് അവിടെയുള്ള സംഖ്യകൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണത്. അവിടേക്ക് പോകാൻ പറ്റില്ല, അവിടെ പോയാൽ പ്രശ്നമാണ് എന്ന് കാസർഗോഡ് സംഖ്യകൾ, മഞ്ചേശ്വരത്തെ സംഖ്യകൾ പ്രചരിപ്പിക്കുന്നൊരു കാര്യമാണ്. അതാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ദേശീയ തലത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ എതിർക്കുന്ന ഒരു പാർട്ടിയാണല്ലോ CPM. ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് സച്ചാർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ ഒരു വിചിത്രമായൊരു കാര്യം, ആ സച്ചാർ കമ്മിറ്റി വിചിത്രം എന്ന് നമുക്ക് തോന്നാവുന്ന ഒരു റെക്കമെൻഡേഷൻ സച്ചാർ കമ്മിറ്റിയുടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ, ഈ മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ തുടങ്ങണം എന്നൊരു റെക്കമെൻഡേഷൻ അതിനകത്തുണ്ട്. നമുക്ക് അത്ഭുതപ്പെട്ടു, എന്തിനാണ് അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ? അപ്പോൾ എന്താണ് അങ്ങനെ റെക്കമെൻഡേഷൻ വരാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ ഫൈൻഡിങ് എന്താണെന്നറിയോ? മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇങ്ങനത്തെ ഗവൺമെൻറ് മെഷീനറീസ്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ബാങ്കുകൾ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല, സാമാന്യനെ പ്രവർത്തിക്കുന്നില്ല. അതിൽ അവരേറ്റവും കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നത് ബാങ്കുകളാണ്. ബാങ്കുകൾ അത്തരം പ്രദേശങ്ങളിൽ ബ്രാഞ്ച് ഇടുന്നില്ല. അതുകൊണ്ട് അവരുടെ റെക്കമെൻഡേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് അവർ എഴുതിയിരിക്കുകയാണ്, മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയാസ് അല്ലെങ്കിൽ മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയാസിൽ നിങ്ങൾ പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ ആരംഭിക്കണമെന്ന് പ്രധാനമന്ത്രി നിശ്ചയിച്ച ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ചിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മുൻവിധികൾ ഉള്ള, ആ മുൻവിധികൾ ഉപയോഗിച്ച് വർഗീയതാ പ്രചാരണം നടത്തുന്ന ഒരു കാലത്ത്, ഒരു സമയത്ത്, ഒരു നാട്ടിലാണ് CPIM പോലെയുള്ള ഒരു പാർട്ടി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് അതൊരു ഏജൻസി ഏൽപ്പിച്ചു തരുന്നു അവരെങ്ങനെ. അങ്ങനെ നോക്കൂ, ഇത് ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ആരുടെ പേജിലാണെന്നറിയാം? അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ തന്നെ അക്കൗണ്ടിലാണ് ആദ്യം വരുന്നത്. പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ MLA ആയിട്ടുള്ള ജില്ലാ സെക്രട്ടറിയുടെ ചാർജുള്ള CH കുഞ്ഞമ്മൂവിൻ്റെ പേജിൽ. സ്ഥാനാർത്ഥി ജില്ലാ സെക്രട്ടറി ആയിരുന്നു അതുവരെ. അതെ, ഈ സ്ഥാനാർത്ഥി ഇതുവരെയുള്ള ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇത് അങ്ങനത്തെ പ്രൊഫഷണൽ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്, അവരുടെ നാടക പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകളാണ്. പോട്ടെ, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ പുകസ തന്നെയാണ് ഈ ജാതി വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് പ്രശ്നം ഇത് തന്നെയാണ്, അകത്തിതുണ്ട്. അതാണ് പുറമേക്ക് ഈ രാഷ്ട്രീയമൊക്കെ പ്രസംഗിക്കുമ്പോഴും അകത്ത് ഈ സാധനം കിടന്ന് തിളക്കുന്നുണ്ട്. മുമ്പ് അസംബ്ലിയിൽ EMSനോട് CH മുഹമ്മദ് കോയ പറഞ്ഞിരുന്നു, EMSൻ്റെ പൂണൂൽ
പുറത്തല്ല അകത്താണ്. ഏതാണ്ട് സമാനമായ കാര്യം KN കുഞ്ഞഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. പുറമേ ചെകുവേരയും അകമേ പൂന്താനവുമായി നടക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തുണ്ടെന്ന്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്തിട്ടുള്ളത്. നാസർക്ക് എന്താണ് കരുതുന്നത്? ഇത് കരുതിക്കൂട്ടി ചെയ്ത ഒരു സംഭവമാണോ അതോ ഒരു ജാഗ്രതക്കുറവിൻ്റെ ഭാഗമായി ഉണ്ടായതാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ജാഗ്രതക്കുറവ് ഉണ്ടാകാൻ പാടുണ്ടായിരുന്നു? ജാഗ്രത കുറവൊന്നുമല്ല. ജാഗ്രത കുറവെന്ന് പറഞ്ഞിട്ട് കൈ കഴുകാൻ പറ്റുന്നൊരു സംഭവമില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ, പിന്നെ മഞ്ചേശ്വരത്തെ സംഘികളും കണ്ണൂരെ കമ്മ്യൂണിസ്റ്റുകാരും ബോധപൂർവം നടത്തുന്ന ഒരു പ്രചരണമാണിത്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ വീഡിയോ ഉണ്ടാക്കിയ ടീം പിന്നെ തൊട്ടിപ്പുറത്തെ മണ്ഡലത്തിന് വേണ്ടിയിട്ടും വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ ജയരാജന് വേണ്ടിയിട്ട് ചെയ്തത് ഈ സാധനത്തിൻ്റെ പിന്നെ കണ്ണൂർ മണ്ഡലത്തിൽ MV ജയരാജന് വേണ്ടി ചെയ്ത വീഡിയോ ഈ സിനിമയുടെ പിന്നെ അടുത്ത ഭാഗമാണ്. അത് പിന്നെ ഇതേപോലെ തന്നെ രസകരം. ഒരു വീട്ടിൽ പിന്നെ എന്താ പറയുക, എല്ലാ ആക്ടിവിറ്റീസും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിൻ്റെ മുറ്റത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. വീടിൻ്റെ മുറ്റത്ത് വീട്ടിലെ അമ്മമാരും സ്ത്രീകളും ഒക്കെ വന്നിട്ട് കുറച്ച് ആൾക്കാർ നെല്ലുകുത്തുന്നു, കുറച്ച് ആൾക്കാർ മുളക് ഉണക്കാനിടുന്നു, വല്യച്ഛൻ ഇരുന്ന് പത്രം വായിക്കുന്നു, അച്ഛനകത്തിരുന്നിട്ട് കുപ്പായം തേക്കുന്നു. ഇത്തരം പരിപാടികളൊക്കെയും വീട്ടിൽ നടന്നുകൊണ്ടിരിക്കെ ഒരു സ്ഥാനാർത്ഥി സംഘവും വീട്ടിലേക്ക് കടന്നു വരുന്നു, പ്രവർത്തകർ. അപ്പം ദൂരെ നിന്ന് ആളുകൾ വരുന്നത് കണ്ടേ പാട് വീട്ടിലത്തെ മുറ്റത്തുള്ള ആളുകൾ മുഴുവൻ വീട്ടിൻ്റെ അകത്തേക്ക് കയറി വാതിലടച്ചിട്ട് പിന്നെ ആരും പുറത്തേക്കില്ല. അപ്പം ഇവർ പുറത്തുനിന്നുള്ളവർ വന്നിട്ട് വാതിലിന് മുട്ടുന്നു, ബെല്ലടിച്ച് നോക്കുന്നു, എല്ലാം ചെയ്ത് നോക്കുന്നു, ആരുമില്ല. അവരകത്തേക്ക് നോക്കുന്നു, വീട്ടിൽ നിന്ന് ശ്വാസത്തിൻ്റെ ഒച്ച പോലും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു അവരിവിടെ ഉണ്ടാവില്ല, അവരൊക്കെ ദുബായി പോയി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ദുബായി പോകും, അങ്ങനെ ഒരു ദുബായി പോക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മുളക് മുറ്റത്തിട്ടിട്ടാണോ ആൾക്കാർ വീടടച്ച് പോകുക എന്നൊക്കെ പറഞ്ഞ് ഇവർ തിരിച്ചു പോകുന്നു. അപ്പോൾ അവർ വന്ന ഒരു BJP-ക്കാർ തിരിച്ചു പോകുമ്പം വഴിയിൽ 4 അടി അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി സംഘവും വരുന്നു. അപ്പോൾ BJP സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ എങ്ങോട്ടാ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും അങ്ങോട്ട് പോകണ്ട, അവിടെ ആരും ഇല്ല, അത് അടച്ചിട്ടിരിക്കുക പറഞ്ഞാൽ അവർ രണ്ടാളും കൂടെ. അപ്പോൾ പിന്നെ അവർ ലേശം നേരം നിൽക്കുമ്പോഴത്തേക്ക് BJP സ്ഥാനാർത്ഥി കണ്ണുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലെ അങ്ങനെ ഇവർ രണ്ടാളും കൂടെ ലേശം നേരം കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് രണ്ടാളും തോള് കൈയിട്ടിട്ട് ഒരുമിച്ച് തിരിച്ചു വന്നു. ഈ രംഗം കഴിയുമ്പോൾ കാണുന്നത് ഈ വീട്ടിലുള്ള ആളുകൾ മുഴുവൻ വീട്ടിൻ്റെ ചേതിമേൽ വന്നിട്ടിരിക്കുക. വരാന്ത പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ഒരു ചെറിയ ഉണ്ടല്ലോ, പണ്ട് നമ്മൾ ചെയ്തി എന്ന് പറയുന്നത്, ചെയ്തിമേൽ എല്ലാവരും വന്നിരിക്കുന്നു. വീട്ടിലെ മുഴുവൻ ആളുകൾ വരുന്നതിൻ്റെ ക്ലോസപ്പിലേക്ക് ക്യാമറ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ നടുവിലുണ്ട് ജയരാജൻ ഇരിക്കുന്നത്, MV ജയരാജൻ. അതാണായിരുന്നു ആ സിനിമ എന്ന് പറഞ്ഞാൽ. ഇത്തരം സാധനങ്ങൾ ഇപ്പം BJP-ക്കാർ പിന്നെ കോൺഗ്രസ്സുകാർ പിന്നെ ജയിച്ചാലും തോറ്റാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ BJP പോകാനുള്ളതെന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഈ സംഗതി, ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് BJP ഉണ്ടാക്കി വെച്ച സാധനത്തിൻ്റെ സിനിമയാണ് BJP-ക്ക് വേണ്ടിയിട്ട് അവിടെ CPM ആ മണ്ഡലത്തിൽ CPM ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരേ ടീമാണ് ഇത് രണ്ടും ഉണ്ടാക്കിയത്. അതുകൊണ്ട് ജാഗ്രത കുറവ് എന്ന് പറയാൻ പറ്റില്ല, കൃത്യമായ സ്ക്രിപ്റ്റുള്ള സാധനമാണ്. സംഭവം അതല്ല, ഇവർക്ക് ഞാൻ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, കാസർഗോഡ് ഒരു മനുഷ്യരും തളങ്കരയെക്കുറിച്ച് അത് ചെയ്യില്ല, അത് പറയില്ല. കാരണം തളങ്കരയുടെ പ്രശ്നം വേറെയാണ്. തളങ്കരയാണ് കാസർഗോഡിൻ്റെ. നമ്മൾ ഈ കാസർഗോഡിനെ പറ്റി പുറത്തുനിന്ന് വരും ചെന്നാൽ, ഞാൻ കാസർഗോഡിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നതാണ്. കാസർഗോഡിനെ പറ്റി പറയുന്നത് വെച്ചാൽ സപ്തഭാഷാ സംഗമഭൂമി എന്നും സാംസ്കാരിക സംഗമഭൂമി എന്നും പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ പറയുന്ന കാസർഗോഡ് തളങ്കര മാലിക് പിന്നെ ജുമാ മസ്ജിദ്. 3 വർഷത്തിലൊരിക്കലാണ് മാലിക് ഈ ദിനാർ ജുമാ മസ്ജിദിലെ പിന്നെ ഉറൂസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ച നടക്കുക. ഈ 3 വർഷത്തിലൊരിക്കൽ ഈ നേർച്ച നടക്കുമ്പോൾ അതിൻ്റെ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് തൊട്ടടുത്തുള്ള ഈ അമ്പലത്തിനോട് ചേർന്ന്, ഈ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന തൊട്ടടുത്തുള്ളത് ഒരു ചീരുമ്പ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ക്ഷേത്രം. പണ്ടൊരു കാവായിരുന്നു, പിന്നീട് ചീരുമ്പ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലമായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2-3 തറവാട്ടുകാർ, കാരണം അവിടെ ചാലിയരുണ്ട്, ഈഴവരുണ്ട്, പിന്നെ അങ്ങനെ 2-3 തറവാട്ടുകാരൻ. ഈ തറവാട്ടിലെ ആളുകളാണ് ഈ ചീരുമ്പ ഭഗവതി ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത്. ഈ ചീരുമ്പ ഭഗവതി ക്ഷേത്രം കമ്മിറ്റിക്കാരായിട്ടുള്ള ഈ 2-3-4 തറവാട്ടിലെ ആളുകൾ രാവിലെ തന്നെ ഉറൂസിൻ്റെ തുടക്കം, അതിൻ്റെ പതാക ഉയർത്തൽ ഏതാണ്ട് ഒരു 10-11 മണിയൊക്കെ നടക്കുക. പക്ഷേ അതിരാവിലെ ആദ്യമായിട്ട് അങ്ങോട്ട് എത്തേണ്ടത് ഈ തറവാട്ടുകാരാണ്. ഈ തറവാട്ടിലെ ഈ കാരണവന്മാർ മുഴുവൻ അങ്ങോട്ട് ചെന്നാൽ പള്ളി കമ്മിറ്റീൻ്റെ ഭാരവാഹികളും അവിടുത്തെ മുസ്ലിം കാരണവന്മാരും വന്നിട്ട് ഇവരെ സ്വീകരിച്ച് കൊണ്ടുപോയി ഇരുത്തി. അതിന് ശേഷമാണ് ഈ പിന്നെ ഇവിടുത്തെ നേതാക്കളൊക്കെയും ചെല്ലുക. ഇവിടുത്തെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ തളങ്കര അല്ലെങ്കിൽ ഈ കാസർഗോഡ് കാലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ആലിക്കുട്ടി മുസ്ലിയാരാ, ഈ സംസ്ഥയുടെ നേതാവ് ആലിക്കുട്ടി മുസ്ലിയാർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടുന്ന് ചെല്ലുക. ഈ പറയുന്ന ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആളുകൾ അങ്ങോട്ട് ചെന്നതിന് ശേഷമാണ്
ഇപ്പം ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണ് ചീരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വലിയൊരു ഉത്സവം അവിടെ നടന്നത്. ഈ ഉത്സവത്തിന് വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇത്തരം കാരണം നടക്കാത്ത തരത്തിലുള്ള ആൾ കൂടിയ ഇതാണ്. ആ ഉത്സവത്തിൻ്റെ മുഴുവൻ വളണ്ടിയർമാരും ഈ മഹല്ല് കമ്മിറ്റിയുടെ പ്രവർത്തകരായിരുന്നു. ഇങ്ങനെ നടക്കുന്നൊരു സ്ഥലമാണ് ഈ തളങ്കര. തന്നെയുമല്ല, ഏതാണ്ട് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കാലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ തെയ്യങ്ങളുടെ കാലമാണല്ലോ. ഇപ്പം ചിറ്റാരിക്കാൽ പനമ്പട്ടല്ല, ഈ ചിറ്റാരിക്കാൽ പെരുമ്പട്ട ഈ വിഷ്ണുമൂർത്തി തെയ്യം എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട്. ഈ ചിറ്റാരിക്കാൽ പെരുമ്പട്ട വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ തെയ്യം കെട്ടിയിട്ട് ഇറങ്ങിയാൽ ആദ്യം ചെന്ന് കയറുക അവിടുത്തെ മഹല്ല് ജുമാ മസ്ജിദ് പള്ളിയിലെ അങ്കണത്തിലേക്കാണ്. എന്നിട്ട് മൂല്യരെ വിളിച്ചിട്ട് ബാങ്ക് കൊടുക്കണം, എനിക്ക് ബാങ്ക് കേൾക്കണം എന്ന് പറയും തെയ്യം. അപ്പം നേരല്ലാത്ത നേരത്താണെങ്കിൽ അവിടെ നിന്ന് ബാങ്ക് കേൾക്കും, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കണം, നമ്മളെ മക്കൾ കേൾക്കണം, മക്കളെ കേൾക്കണം, മക്കൾ കേൾക്കണം. ഈ ശബ്ദവും ശംഖ് വിളിയും ഒരുമിച്ച് കേൾക്കാം, കാലാകാലം നമുക്ക് ഇതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ തെയ്യം അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് മുഴുവൻ പോകുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതാണ് കാസർഗോഡിൻ്റെയും തളങ്കരയുടെയും ഒരു സാംസ്കാരികമായ ചിത്രം. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. ഇതറിയാത്തവർ ആയിരിക്കില്ലല്ലോ ഇവിടെ ഉള്ളത്. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ പറയുന്ന തളങ്കര എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ കാസർഗോഡ് നഗരസഭയിലാണ്. കാസർഗോഡ് നഗരസഭയിൽ CPM കാര്യമായിട്ട് അവിടെ ഒരു കഴിവില്ല. CPM ഏതാണ്ട് അത് മുസ്ലിം ലീഗും BJP മാത്രമേ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിലും INL ആയിട്ട് നിൽക്കും, ഹിന്ദുക്കൾ BJPയിലായിട്ട് നിൽക്കും. ഈ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആയ ആളുകളെ പാർട്ടിയിലേക്ക് ചേർത്ത് പാർട്ടി വലുതാക്കാൻ കഴിയില്ലെങ്കിൽ നാടിനെ കുറ്റപ്പെടുത്തി സിനിമ എടുത്തതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. രാഷ്ട്രീയം അറിയില്ല, സംസ്കാരവും അറിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഈ CPIM പോലത്തെ ഒരു പാർട്ടി എത്തിയതിൻ്റെ ഫലമാണ് ഈ കണ്ടത്. ഇതിൽ ഇപ്പം 3 വർഷത്തിലാണ് ഉറൂസ് എന്ന് പറഞ്ഞല്ലോ. ഉറൂസ് 3 വർഷത്തിലായിരിക്കുമ്പോൾ അവിടെ എല്ലാ ദിവസവും ഈ ദർഗയിൽ ആളുകൾ വരും കേട്ടോ. എല്ലാ ദിവസവും ആളുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പുറത്തു നിന്നാണ്. അത്ഭുതപ്പെട്ടു. ഈ ഉത്തരേന്ത്യയിൽ നിന്ന് വരെ ആളുകൾ വരുന്നത്. പക്ഷെ അതിൽ നമ്മളിങ്ങനെ പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നുന്നു ഭൂരിപക്ഷവും എന്ന് തന്നെ തോന്നും. വസ്ത്രധാരണം കണ്ടാൽ സ്ത്രീകളാണ് കൂടുതൽ വരിക. ഭൂരിപക്ഷവും ഹിന്ദു സ്ത്രീകളാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ് അവിടെ വരുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഈ സ്ഥാനാർത്ഥിക്ക് ചരട് കെട്ടി പോകാൻ പറ്റാത്ത സ്ഥലമാണ് എന്ന് ചിത്രീകരിക്കുന്നത്. അതാണ് അതിൽ കഷ്ടം. ഇത് ഇലക്ഷനിൽ CPM നിശ്ചയമായും വലിയ വില കൊടുക്കേണ്ടി വരുന്നൊരു സാധനമാണ്. സംഗതി അവർ രാജ്മോഹൻ ഉണ്ണി തന്നെ കളിയാക്കാനായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ അത് കൊണ്ടതാ നാടിനായിപ്പോയി. തീർച്ചയായും അതുതന്നെയാണ് ഒരു സമുദായത്തെ, ഒരു ജനവിഭാഗത്തെ വേദനിപ്പിക്കുന്ന, ക്ഷതമേൽപ്പിക്കുന്ന അത്തരം വീഡിയോകൾക്കെതിരെ ആളുകൾ തീർച്ചയായും പ്രതികരിക്കുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, സൂക്ഷ്മതക്കുറവുണ്ടായി, ജാഗ്രത കുറവുണ്ടായി എന്നുള്ള വാദങ്ങളൊക്കെ എങ്ങനെ നിലനിൽക്കും എന്നുള്ള ചോദ്യം കൂടിയാണ്. കാരണം ഏറ്റവും അധികം സാമൂഹ്യ ജാഗ്രത വേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. എല്ലാ കണ്ണുകളും തുറന്നിരിക്കേണ്ട സമയം കൂടിയാണ്. അപ്പോൾ ജനം ഇതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. കാത്തിരിക്കാം, തെരഞ്ഞെടുപ്പ് വരട്ടെ.